മുത്തശ്ശന്റെ മുമ്പിൽ വെച്ച് ഞാൻ ഇതൊക്കെ എങ്ങനെ പറയാ? ഗുഡ് മോർണിംഗ് മുത്തശ്ശ. രാവിലെ തന്നെ വന്നോ ലട്ടു സിംഗ്? അതെന്താണെന്ന് അറിയോ? രാവിലെ ജോഗിങ് വന്നപ്പോ ഈ വഴിക്കാണ് വന്നതേ. അപ്പൊ മുത്തശ്ശനെ കുറിച്ചൊന്ന് അന്വേഷിക്കാന്ന് വന്നതാ. ഗുഡ് മോർണിംഗ് മുത്തശ്ശേ. ഇത്ര നേരം സമാധാനം ഉണ്ടായിരുന്നു. ഇനിയിപ്പൊ അത് ഉണ്ടാവില്ല. കാരണം ശിവയെ കൂട്ടിക്കൊണ്ടുപോകാനായിരിക്കും വന്നത്. ഹലോ ലഡു സിംഗ് സർ, സുഖല്ലേ? എനിക്ക് പരമ സുഖമല്ലേ. പിന്നെ മുത്തശ്ശി, കമ്മീഷണർ സാർ ഓർഡർ ചെയ്തിരിക്കുകയാണ് ബാക്കിയുള്ള പെൻഡിങ് ഫയൽ മുഴുവൻ ഒപ്പിട്ട് കൊടുത്തിരിക്കണെന്ന്. 2 ദിവസം നേരെ ചുവന്ന് ശ്വാസം വിടാൻ പോലും എനിക്ക് പറ്റില്ല എന്നാ തോന്നുന്നത്. പിന്നെ ഞാൻ ശിവനെ എങ്ങോട്ട് കൊണ്ടുപോകാനാ? പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ശിവ, എനിക്കൊരു പുതിയ ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. വേദ സിറ്റിയിൽ പലയിടത്തും ടെററിസ്റ്റ് വന്നിട്ടുണ്ടെന്ന്. ഞാൻ എന്തിനാ ശിവയെ കാണാൻ വന്നതെന്ന് അറിയോ? വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോരുതെന്ന് പറയാൻ വേണ്ടിയാ വന്നേ. കറങ്ങാൻ നിക്കരുതേ. നിനക്ക് ഞാൻ ഒരു പണി വെച്ചിട്ടുണ്ട്. സ്വന്തമായിട്ട് ഒരു പണിയും ചെയ്യില്ല. എപ്പോഴും ശിവേനെ വന്ന് വിളിച്ചോണ്ട് പോകും മടിയൻ. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ലഡു സിംഗ് സാറേ, നിങ്ങക്ക് വേണ്ടി സ്പെഷ്യൽ തൈര് വടയാണെന്ന്. മടിക്കാതെ വേഗം കഴിച്ചോളൂ. നഗരം മുഴുവൻ ഇപ്പൊ കുഴപ്പത്തിലാണ്. എന്നെ കൊണ്ടാണ് ഒന്നും ചെയ്യാനും കഴിയുന്നില്ല. ഓടിക്കിടന്നുണ്ടെങ്കിൽ പറഞ്ഞാ പോരായിരുന്നോ? വേദ സിറ്റിയിൽ ടെററിസ്റ്റോ? ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ലഡു സിംഗ് ബിസിയാണ്. ഞാൻ അവനെ സഹായിക്കേണ്ടിയിരിക്കുന്നു. വേദ നഗരത്തിൽ ടെററിസ്റ്റോ? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നമ്മൾ എല്ലാവരും ഒരുമിച്ച് ടെററിസ്റ്റിനെ കണ്ടുപിടിക്കണം. നമ്മൾ ആരെങ്കിലും അജ്ഞാതനായ മനുഷ്യനെ കണ്ടാൽ തമ്മിൽ പെട്ടെന്ന് തന്നെ വിവരം അറിയിക്കണം. നിങ്ങളാരാ? ഞാൻ ഇന്ന് വന്നതേ ഉള്ളൂ. 2-3 ദിവസം കഴിഞ്ഞേ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുന്നുള്ളൂ. ശരി. ആരെങ്കിലും സംശയമായി കണ്ടാൽ ഉടനെ തന്നെ ശിവയെ കോൾ ചെയ്യാം. ആ പെൺകുട്ടിയുടെ നോട്ടം കണ്ടില്ലേ? അവക്ക് സംശയം തോന്നിയെന്നാ തോന്നുന്നത്. ശിവ, അവര് 4 പേരെ എനിക്ക് സംശയമുണ്ട്. നോക്കിക്കേ, അവര് ഈ നഗരത്തിൽ പുതിയതാണെന്ന് തോന്നുന്നു. അതെ രേവ, നീ പറഞ്ഞത് ശരിയാ. നമുക്ക് അവരെ ഫോളോ ചെയ്യാം. ബോസ്, ആ കുട്ടികളെ ശ്രദ്ധിച്ചോ? നമ്മുടെ പിറകെ വന്നുകൊണ്ടിരിക്കുക. നമ്മൾ ആരാണ് എന്താണെന്ന് അറിയാൻ കുട്ടികൾ പിറകെ വന്നുകൊണ്ടിരിക്കുക. ഇങ്ങനത്തെ ഓവർ ആക്ടിങ് കാണിച്ചാൽ അവർക്ക് തീർച്ചയായിട്ടും സംശയം തോന്നും. നോക്കിയൂടി, ഈ ഷൂലെസ് ഞാൻ കെട്ടുന്ന കണ്ടോ? അവര് സംശയിക്കില്ല. ഈ പിള്ളേരുണ്ടല്ലോ, ശരിയല്ല. ആ പെൺകുട്ടി നമ്മളെ തന്നെയാണ് ഉറ്റുനോക്കുന്നത്. വേഗം പോവാം. ഇവരെ പുറകെ പോയേ പറ്റൂ. ഞാൻ ഈ വഴിക്ക് പോവാം, നിങ്ങൾ എല്ലാരും കൂടി ആ വഴിക്ക് പോകൂ. ഏയ് പിള്ളേരെ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പുറകെ നടക്കുന്നത്? നിങ്ങളുടെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞാലും. അങ്കിൾ, ഞങ്ങളൊക്കെ ഇവിടെ താമസിക്കുന്നവരാ. നിങ്ങൾ പറയൂ, നിങ്ങൾ എവിടെന്നാണ് വന്നതെന്ന്? ഇതിനു മുമ്പ് നിങ്ങൾ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ എവിടുന്ന് വന്നാലും നിനക്കെന്താണ് കുട്ടി? ആർക്ക് വേണമെങ്കിലും ഈ നഗരത്തിൽ വന്ന് താമസിക്കാം. മര്യാദയ്ക്ക് സ്ഥലം വിട് കുട്ടി. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, എന്റെ പേര് ശിവ എന്നാണ്.
ഇതെന്താ ശിവ ഇപ്പൊ തന്നെ ആരംഭിച്ചു കഴിഞ്ഞോ? ആദ്യം രംഗമൊന്ന് ശാന്തമാകട്ടെ. ഓ, ഈ ചെറുക്കനാള് മഹാവില്ലനാണല്ലോ. ഞാൻ പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോ കുടുങ്ങിയിരിക്കും. ആദി, യുഡി, രേവ, നിങ്ങൾ ഇവരെ ശ്രദ്ധിക്കൂ. കോൺസ്റ്റബിൾ സാർ, നിങ്ങൾ ഇവിടെ പുതിയ പോലീസുകാരനാണ്. ഇന്നാണ് വേദ സിറ്റിയിൽ ജോയിൻ ചെയ്തത്. കോൺസ്റ്റബിൾ സാർ, ഇവരൊക്കെ ടെററിസ്റ്റ് ആണ്. ഇവരെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകൂ. ഇവരെല്ലാവരെയും ലഡു സിംഗ് സാറിനെ ഏൽപ്പിക്കണം. ഞങ്ങൾ ഇവരെ ലീഡറിന് പുറകെ പോവുകയാണ്. ശരി കുട്ടികളെ, ഞാൻ ഇയാളുടെ കാര്യം നോക്കിക്കൊള്ളാം. ഇതൊക്കെ ആരാ? ഇവരെല്ലാവരെയും നിങ്ങളാണോ പിടിച്ചത്? യെസ് സാർ, ഞാനാണ് പിടിച്ചത്. നിങ്ങളാള് കൊള്ളാലോ കോൺസ്റ്റബിൾ. എനിക്ക് സന്തോഷമായി. കീപ് ഇറ്റ് അപ്പ്. ഏയ്, ഛെ, ഹെഡ് ക്വാർട്ടർ വേദ സിറ്റിയിലുള്ള കോൺസ്റ്റബിൾ ആരാ? സർ, കോൺസ്റ്റബിൾ പേടാറാം. നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പേടാറാമിനെ പോലുള്ള ഇൻസ്പെക്ടർമാരെയാണ് വളരെ അത്യാവശ്യം. കോൺസ്റ്റബിൾ പേടാറാമിനെ ഇൻസ്പെക്ടറാക്കി മാറ്റിയേക്കുന്നു. ഇതും തീർത്തിരിക്കുന്നു, ഇതും തീർന്നിരിക്കുന്നു. ഹലോ, ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് സ്പീക്കിംഗ്. എന്ത്? നിങ്ങൾ ഈ പറയുന്നത് സത്യാണോ? അത് ശരി. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുത്തതിന് പ്രമോഷനോ? എന്ത് പറ്റി സാറേ? സാറിനെന്താ പെട്ടെന്നൊരു മാറ്റം വന്നിരിക്കുന്നേ? പേടാറാം, ഹെഡ് ക്വാർട്ടേഴ്സിന് ഇപ്പോഴാണ് എനിക്ക് ഫോൺ വന്നത്. നിനക്കറിയോ, അവര് നിനക്ക് പ്രമോഷൻ തന്നിരിക്കുന്നു. നിന്റെ തോളൊന്ന് കാണിക്കേ. ഈ സ്റ്റാർ ഞാൻ അതിലൊന്ന് വെക്കട്ടെ. ഇപ്പൊ മുതൽ നീ ഇൻസ്പെക്ടർ പേടാറാമാണ്. ചെല്ലേ, വേഗം ചായ ഉണ്ടാക്കി വന്നേ. ചെല്ലേ. മിസ്റ്റർ ലഡ്ഡു സിംഗ്, ഞാനിപ്പോ വെറും ഒരു കോൺസ്റ്റബിൾ അല്ലട്ടാ. ഇപ്പൊ ഞാനൊരു ഇൻസ്പെക്ടർ ആയി കഴിഞ്ഞു. ചായ വേണമെങ്കിൽ സ്വന്തമായിട്ട് പോയി ഉണ്ടാക്കി കുടിക്കൂ. ഞാൻ ഇത്രയും നേരം ഫയൽ സൈൻ ചെയ്യായിരുന്നു. ഈ പേടാറാം ആണെങ്കിൽ ചായയും കാപ്പിയും കുടിപ്പിച്ച് ഇപ്പൊ ഒരു ഇൻസ്പെക്ടറായി മാറിയിരിക്കുന്നു. നിങ്ങൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ശിവ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല, എന്റെ കാര്യം വിട്ടേക്ക്. ആദ്യം ആ ഗുണ്ട എവിടെ പോയെന്ന് അന്വേഷിക്ക. അതിനിവിടെ ആരും ഇല്ലല്ലോ. ഓ നോ, അയാൾ എവിടേക്കാണ് പോയതെന്ന് അറിയില്ലല്ലോ. സ്റ്റോപ്പ്. ഞങ്ങള് പോയിക്കോട്ടെ. പുറകിലിരിക്കുന്നത് കമ്മീഷണർ സാറാ. കമ്മീഷണർ ആണെന്ന് വെറുതെ അങ്ങ് പറഞ്ഞാ മതിയോ? ഡിക്കി തുറക്ക്. നിയമം എല്ലാവർക്കും ഒരുപോലെയാ. കമ്മീഷണർ സാറോട് പുറത്തേക്ക് വരാൻ പറ. എനിക്ക് അദ്ദേഹത്തെ അറിയില്ല. അദ്ദേഹത്തിന്റെ ഐ കാർഡ് കാണിക്കേ. വളരെ നല്ലത് കോൺസ്റ്റബിൾ, കൊള്ളാം. ഇത് എന്റെ ഐ കാർഡ്. ഇതുപോലെ എല്ലാവരെയും ചെക്ക് ചെയ്യണം. സോറി സർ. എനിക്ക് നിങ്ങളുടെ സത്യസന്ധതയും ജോലിയോടുള്ള ആത്മാർത്ഥതയും കണ്ടിട്ട് നിങ്ങളോട് എനിക്ക് അഭിമാനമാണ് തോന്നുന്നത്. ഡ്രൈവർ, വണ്ടി വിടൂ. ഹലോ, ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലേ? കോൺസ്റ്റബിൾ പേടാറാമിനെ സീനിയർ ഇൻസ്പെക്ടറാക്കി ഉടനെ മാറ്റൂ. എന്നിട്ട് നിങ്ങൾ പേടാറാമിനോട് പറയണം ലഡ്ഡു സിംഗിനെ ജോലിയിൽ നിന്നും വേഗം പുറത്താക്കാൻ. അയാളെ ഒരു കാശിനും കൊള്ളില്ല. ഹലോ, ഞാൻ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് ആണ് സംസാരിക്കുന്നത്. എന്ത്? പേടാറാമിനെ സീനിയർ ഇൻസ്പെക്ടറായി മാറ്റിയിരിക്കുന്നു. ഓക്കെ സാർ, ഓക്കെ. ഇവിടെ എന്തൊക്കെയായി സംഭവിക്കണേ? ഇവിടെ ഒരു കുന്ന് ഫയലുമായിട്ട് ഞാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ പേടാറാമാണെങ്കിൽ വയറ് നിറച്ച് തിന്ന് ഉറങ്ങി പ്രമോഷന്റെ മീതെ പ്രമോഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു. പേടാറാം, വന്നേ.
നിനക്ക് ഒരു സ്റ്റാറും കൂടി വെച്ച് തരാം. ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇപ്പൊ ഫോൺ വന്നിരിക്കുന്നു, നിന്നെ സീനിയർ ഇൻസ്പെക്ടറായി മാറ്റിയിരിക്കുന്നു. ലട്ടൂസേ ചെല്ലേ, കടുപ്പത്തിലൊരു ഇഞ്ചി ചായ ഇട്ടോണ്ട് വന്നേ, വേഗം ആവട്ടെ. യെസ് യെസ്. എന്ത് ലട്ടൂസേ, ഹെഡ് ക്വാർട്ടേഴ്സ് അറിയിച്ചിരിക്കുന്നു നിന്നെ ജോലിയിൽ നിന്നും പിരിച്ചു വിട്ടിരിക്കുന്നു. ഇവിടുന്ന് പോയിട്ട് വേറെ വല്ല പണി നോക്കിക്കോ. സോറി, ഇതൊരു ഓർഡറാണ്, എനിക്കിത് ഫോളോ ചെയ്തേ പറ്റൂ. ഈ പ്രായത്തിൽ ഞാൻ എവിടെ ചെന്ന് ജോലി അന്വേഷിക്കും? ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? സീനിയർ ഇൻസ്പെക്ടർ പേടാറാം. ഹൈ, സോറി ലഡ്ഡു സിംഗ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരു സ്ഥലത്ത് ഒരു ജോലിയുണ്ട്, അവിടുത്തെ ഇൻചാർജാണ് എന്നോട് വിളിച്ചു പറഞ്ഞത്. ദാ ഇതാണ് അദ്ദേഹത്തിന്റെ കാർഡ്, ഇതിൽ അഡ്രസ് ഉണ്ട്. അവിടെ ചെന്ന് സെക്യൂരിറ്റിയുടെ ജോലി ചെയ്യാൻ തുടങ്ങിക്കോ. സെക്യൂരിറ്റി ഓഫീസർ, താങ്ക് യു പേടാറാം സർ, താങ്ക് യു. ദാ താക്കോല്, ശരിക്കും ഉറങ്ങാതെ ജോലി ചെയ്യണം. കള്ളന്മാർ ഇതിനകത്ത് വന്ന് ചിലപ്പോ കൂടാറുണ്ട്, അതുകൊണ്ടാ ഉറങ്ങരുതെന്ന് പറഞ്ഞേ. ഇത് ബുദ്ധിമുട്ടുള്ള പണിയായിരിക്കല്ലോ. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഒന്നിനെ കുറിച്ച് വിഷമിക്കണ്ട. എന്റെ ഒരു ഗതികേട്. ബോസേ ബോസേ, എന്താടോ? പുറത്ത് പുതിയൊരു സെക്യൂരിറ്റി ഇരിപ്പുണ്ട്, നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഭൂതത്തിന്റെ വിഷമിട്ട് അവനെ ഇവിടെ ഓടിക്കാം. അവൻ ശരിക്കും വട്ട് പിടിച്ചവനെ പോലെ ഓടിക്കൊള്ളും. ആ ഇതാ ഞാനിട്ടു. ഇങ്ങനത്തെ കള്ളക്കളി ആരവിടെ ശബ്ദം ഉണ്ടാക്കുന്നേ? ഇതെന്താ? ഞാൻ ഇവിടെ പുറത്തിരിക്കുമ്പോ ആരൊക്കെ ഇവിടെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറാനുള്ള ധൈര്യം? ഹലോ കൂട്ടുകാരെ, ഈ അർദ്ധരാത്രിയിൽ നിങ്ങൾ എല്ലാരും എന്താ ഇവിടെ ചെയ്യുന്നേ? പറ. അല്ല, ഒന്നുമില്ലെന്നേ, ഞങ്ങളിവിടെ വെറുതെ ലുഡോ കളിച്ചോണ്ടിരിക്കുവല്ലേ. അല്ല, തനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറ. എന്റെ സുഹൃത്തെ, ഇതെന്താ നിങ്ങളുടെ വീടാണോ നിങ്ങൾക്ക് ലൂഡോ കളിക്കാൻ? ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. 1000 വർഷം കാണും ഞങ്ങളെന്നും ഈ ലുഡോ കളി തന്നെയാ കളിച്ചോണ്ടിരിക്കുന്നത്. എന്ത്? കുറെ വർഷമായിട്ട് ഇവിടെ കളിക്കുന്നുണ്ടെന്നോ? വെറുതെ എന്നോട് നുണ പറയല്ലേ. മര്യാദക്ക് നിങ്ങൾ എന്നോട് സത്യം പറഞ്ഞോ? പറ, ഇപ്പൊ തന്നെ പറഞ്ഞോ. ഞങ്ങൾ നുണ പറയേണ്ട ആവശ്യം എന്താ? ആ കാണുന്നത് ഞങ്ങളുടെ വീടാ, പിന്നെ ഇവന്റെ ആ വീടാണ്. വരൂ, അകത്തേക്ക് വരൂ, ചായയും പലഹാരവും കഴിച്ചിട്ട് പോവാം. ചായയും പലഹാരോ? വേണ്ട വേണ്ട, എനിക്കതൊന്നും വേണ്ട. ഞാൻ ഇവിടുന്ന് പോന്നു. ഭൂതം, 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 ഭൂതം. ശിവ, ശിവ, ഭൂതം, അവിടെ ഭൂതമുണ്ട് ശിവ. ലഡു സിംഗ് സർ, ഭൂതം പ്രേതം ഒന്നും തന്നെ ഇല്ല. ശരി, നിങ്ങൾ പറയൂ, നിങ്ങൾ എന്താണ് കണ്ടത്? ശിവ, ഞാൻ ഇപ്പൊ ഇവിടെ 4 ആൾക്കാര്, അല്ലല്ലല്ല 4 ഭൂതങ്ങള് ലൂഡോ കളിക്കുന്നത് കണ്ടതാണ്. ഞാൻ അവരോട് നേരിട്ട് സംസാരിച്ചു. അതിലത്തെ ഒരാള് എന്നോട് പറയാണ്, ആ കാണുന്നുണ്ടല്ലോ, അത് അയാള് താമസിക്കുന്ന വീടാണെന്ന്. ലഡു സിംഗ് സർ, അവര് ഭൂതങ്ങളൊന്നും അല്ല, ടെററിസ്റ്റ് ആണ്. ഞാൻ സുൽത്താൻ ടെററിസ്റ്റിന്റെ പുറകെ പിന്തുടർന്നപ്പോ അവൻ ഇവിടെ വന്നിട്ട് പെട്ടെന്ന് കാണാതായി. അപ്പൊ അതിന്റെ അർത്ഥം അവർ ഇവിടെ താമസിക്കുന്നു എന്നാണ്. അത് മാത്രമല്ലാതെ ജനങ്ങളെയൊക്കെ പേടിപ്പിച്ച് ഓടിപ്പിക്കുകയും ചെയ്യുന്നു. കാരണം ആരും അവരെ അന്വേഷിക്കാതിരിക്കാൻ. ഞാൻ അവരെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. അവർക്ക് എങ്ങനെയെങ്കിലും പുറത്തു വന്നേ പറ്റൂ. ദാ ഇത് കണ്ടോ? ഈ തുരങ്കത്തിന്റെ അകത്ത് ഇവരൊക്കെ ഒളിച്ചു താമസിക്കുകയാണ്. കാരണം മറ്റുള്ള ജനങ്ങൾ ആരും കാണാതിരിക്കാൻ. ഇവിടെ ഭൂതവും പ്രേതവും ഒന്നുമില്ല. ഞാൻ ആ മൂടിയെടുത്ത് മാറ്റി എല്ലാരെയും പുറത്തു വിളിക്കാം. വേണ്ട ശിവ, അവര് മനുഷ്യന്മാരല്ല, അവര് ഭൂതം തന്നെയാണ്. ഇവിടുത്തെ മരങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുമായിരുന്നു. എന്റെ ലഡു സിംഗ് സാറേ, ഭൂതങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? അവര് മുഴുവൻ പ്ലാൻ ചെയ്തിട്ട് നിങ്ങളെ പേടിപ്പിച്ചിരിക്കുകയാണ്. അവര് വിചാരിക്കുന്ന പോലെ നമ്മൾ അത്രയും നിസ്സാരക്കാരല്ല സർ.
ആരാത്? സുൽത്താൻ അങ്കിൾ, നിങ്ങൾ എല്ലാവരും പുറത്തേക്ക് വരുന്നോ അല്ലെങ്കിൽ ഞങ്ങൾ അകത്തേക്ക് വരണോ? ചോയ്സ് ഈസ് യോഴ്സ്. ബോസ്, ഇതാ കുട്ടിയാണ് ശിവ എന്നാ പേര്. കഴിഞ്ഞ തവണ ഇവന്റെ ഒരുപാട് ഇടി കൊണ്ടത് ബോസിന് ഓർമ്മയുണ്ടോ? ഒന്നുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമേ ഇല്ല. അത് വെറും കുട്ടിയല്ലേ. ഞങ്ങള് മുകളിലേക്ക് വരാം. ശിവ! നല്ല രസമുണ്ട്. ഗ്രാമത്തിൽ ഇങ്ങനെ ഞങ്ങൾ മരത്തിന്റെ വള്ളിയിൽ ഇങ്ങനെ ഊഞ്ഞാല് കളിക്കുമായിരുന്നു. ജയ് ഹിന്ദ് കമ്മീഷണർ സാർ. സാർ എത്രയും പെട്ടെന്ന് മാർക്കറ്റിന്റെ പിന്നുള്ള ശ്മശാനത്തിലേക്ക് വരണം. പെട്ടെന്ന് തന്നെ വരണം. ഇവിടെ വന്നാൽ സാറിനെ നേരിട്ട് കാണാം. ഞാൻ എന്റെ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് നമ്മുടെ വേദാസിറ്റെ ഞാൻ എങ്ങനെ സുരക്ഷിക്കുന്നാണ്. ഞാനിപ്പോ ടെററിസ്റ്റിനെ പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ പോവാണ്. സാറിനെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പിരിച്ചു വിട്ടാലും ഞാൻ എപ്പോഴും എന്റെ കടമ ചെയ്തുകൊണ്ടിരിക്കും. ജയ് ഹിന്ദ്. നിങ്ങൾ പറയൂ, ഇവരെയൊക്കെ ആരാണ് പിടിച്ചത്? കമ്മീഷണർ സാർ, നമ്മളെ ഇൻസ്പെക്ടറായ ലഡു സിംഗ് ആണ് പിടിച്ചത്. അദ്ദേഹത്തിന്റെ ജീവൻ പണയം വെച്ചിട്ടാണ് ഈ ടെററിസ്റ്റിനെ പിടിച്ചത്. അല്ല കോൺസ്റ്റബിൾ പേടാറാം, നിങ്ങൾക്ക് ഇതുവരെ ഇൻസ്പെക്ടറിന്റെ യൂണിഫോം കിട്ടിയില്ലേ? ഞാൻ പേടാറാമല്ല, ശിവയുടെ മുത്തച്ഛനാണ്. ലഡ്ഡു സിംഗ് ഫയൽ ചെയ്യുന്നതിൽ ബിസിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വേഷം ധരിച്ച് പെട്രോളിംഗ് തുടങ്ങിയത് സാർ. ആ മുത്തശ്ശ, നിങ്ങളോ? അപ്പോ അതിന്റെ അർത്ഥം ഇത്രയും നേരം ഞാൻ നിങ്ങളാണ് കോൺസ്റ്റബിൾ പേടാറാം എന്ന് വിചാരിച്ചത്. പേടാറാമിന് പ്രൊമോഷൻ കൊടുത്തുകൊണ്ടേയിരുന്നു. ലഡ്ഡു സിംഗ്, നീ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? മാത്രമല്ല ഇവരാരെപ്പ പിടിച്ചത്? പേടാറാം, സോറി, ഇദ്ദേഹം താനാണെന്ന് വിചാരിച്ച് ഞാൻ പ്രൊമോഷൻ തന്നുകൊണ്ടേയിരുന്നു. ശരിക്കും പറഞ്ഞ പ്രൊമോഷൻ ലഡ്ഡു സിംഗിനാണ് കിട്ടേണ്ടത്. ലഡ്ഡു സിംഗ് വളരെ നല്ല മനുഷ്യനായതുകൊണ്ടാണ് ലഡ്ഡു സിംഗിനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി ഇദ്ദേഹം കോൺസ്റ്റബിൾ ആയിട്ട് ഡ്യൂട്ടി നോക്കിയത്. അപ്പോ എല്ലാം പഴയതുപോലെ. സാർ ഇപ്പൊ പറഞ്ഞു വന്നതിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ എനിക്ക് മനസ്സിലായി സാറെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന്. ഞാൻ എപ്പോഴും കോൺസ്റ്റബിൾ തന്നെയാ. സാർ എപ്പോഴും ഞങ്ങളുടെ ഇൻസ്പെക്ടർ. ഒരു കുഴപ്പമില്ല പേടറാം സർ. എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾക്കും പ്രമോഷൻ കിട്ടാതിരിക്കില്ല.